ഹലോ ഗൈസ്, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ കണ്ട പോലെ തന്നെ ഒരു ഐഫോൺ 17 Pro ഉണ്ടാക്കാൻ ആക്ച്വലി കമ്പനിക്ക് ചെലവ് വരുന്നത് 50 to 60,000 രൂപയാണ് ആക്ച്വലി വരുന്നത്. അതായത് ഐഫോൺ ആക്ച്വലി ഫുള്ളി മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഉണ്ടാക്കുന്നത് വേറെ ബ്രാൻഡുകളുടെ പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പാനൽ ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിന്റെയാണ്. ഡിസ്പ്ലേ സാംസങ് ഒരു LG ഉപയോഗിക്കാറുണ്ട്. ക്യാമറ സെൻസർ ഉപയോഗിക്കുന്നത് സോണിയുടെയാണ്. ഇപ്പൊ അടുത്ത വേരിയന്റ് തൊട്ട് സാംസങ് ആണ് ഉപയോഗിക്കാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. SSD മെമ്മറി ആൻഡ് റാം ഉപയോഗിക്കുന്നത് സാംസങ്ങിന്റെയാണ്. പിന്നെന്താ പ്രൊസസ്സർ ആക്ച്വലി ആപ്പിളിന്റെ തന്നെയാണ്, പക്ഷെ അത് മാനുഫാക്ചർ ചെയ്യുന്നത് എന്താ പറയുക തൈവാനിലാണ്. നമ്മുടെ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അല്ല, ഓരോ കമ്പനികളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ അസംബിൾ ചെയ്തിട്ടാണ് നമുക്ക് വിൽക്കുന്നത്. അത്ര 1,50,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇതിന്റെ പ്രൈസ് ഒറിജിനൽ പ്രൈസ് ഒരു പ്രോഡക്റ്റിന് വരുന്നത് ചിലപ്പോൾ 60,000 50,000 താഴെ ആയിരിക്കും. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 50 to 60 റേഞ്ചാണ് മാക്സിമം ഈ പ്രോ മാക്സിനൊക്കെ വരുന്നത്. ആ സാധനമാണ് അവർ 150,000 160,000 ഇന്ത്യയിൽ അത് വാങ്ങിക്കാൻ കുറേ EMI ആയിട്ട് വാങ്ങിക്കാനുള്ള കുറേ മണ്ടന്മാരും ഉണ്ട് വേറെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ഇപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി നമ്മുടെ ഈ എന്താ പറയാ ഈ നമ്മുടെ വീഡിയോന്റെ ഇതിൽ ഐഫോൺ സ്കാം ആണോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം. അപ്പൊ ഇതാണ് ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ആക്ച്വലി ഒഫീഷ്യലി ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് ഒക്കെ കാണാൻ പറ്റും. അതായത് അതിന്റെ ഡിസ്പ്ലേക്ക് ഇത്ര വില, SSD റാമിന് ഇത്ര വില. ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റാമിന് SSD ഒക്കെ വില കൂടിയിട്ട് കാണിക്കാന്ന് വെച്ചാൽ ഷോർട്ടേജ് ആണ്. പിന്നെ ക്യാമറ സെൻസറിന് ഇത്ര വില, ഇതെല്ലാം ഓവറോൾ എല്ലാം കൂട്ടി നോക്കി കഴിഞ്ഞാൽ 50 to 60 രൂപ മാക്സിമം വരുള്ളൂ. അതിനും കുറവാൻ ചാൻസ് ഉള്ളത് വെച്ചാൽ ബൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പൊ മാനുഫാക്ചർ ഇന്ത്യയിലാണ്, ടാറ്റ ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ആ സാധനമാണ് നമ്മുടെ തലയിൽ ഡബിൾ വിലയ്ക്ക് അവർ വിൽക്കുന്നത്. അപ്പോൾ അവരുടെ ലാഭം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇത് സ്കാം തന്നെയല്ലേ, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയാൻ പച്ച മലയാളത്തിൽ.